ഹായ് ഹലോ. ഇന്ന് വന്നിട്ടുള്ള ഒരു മോർണിംഗ് വ്ളോഗായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ തന്നെ അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ട്. ചായക്കുള്ള വെള്ളം വെച്ചതാണിത്. അതൊന്ന് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് അതായത് പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ചായയിൽ നിന്നാണ് കേട്ടോ എൻ്റെ രാവിലത്തെ എല്ലാ ജോലികളും തുടങ്ങുന്നത്. ഇന്നിപ്പോൾ എണീക്കാൻ കുറച്ച് ലേറ്റായി, അതുകൊണ്ട് ഇരുന്ന് ചായ കുടിക്കാനുള്ള ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. മോൻക്ക് സ്കൂളിലുള്ള ദിവസമായിരുന്നു. പിന്നെ ഈ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പം ഇന്നലെ തന്നെ ഞാൻ ഇഡ്ഡലിക്കുള്ള അരി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊന്ന് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതാ ചായ കുടിയും അതിൻ്റെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലും രണ്ടും കൂടെയാണ് കേട്ടോ. അപ്പോൾ അതാ ഇഡ്ഡലി തട്ടിലേക്ക് എണ്ണയൊക്കെ ഒന്ന് തടവി കൊടുത്ത് മാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് വേവാനായിട്ട് വെക്കണം. ഇപ്പം നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പം അങ്ങനെ എല്ലാ തട്ടിലും മാവ് ഒഴിച്ച് കൊടുത്ത് അതൊന്ന് വേവാനായിട്ട് വെക്കുന്നുണ്ട്. ഇനി നമുക്കൊരു കാരച്ചട്നി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിതാ ഒരു പപ്പടക്കുട്ടി ഉണ്ടല്ലോ, അതിലേക്ക് 2 തക്കാളി ഒന്ന് ഇതുപോലെ കുത്തി കൊടുത്ത് ഗ്യാസിലൊന്ന് ചുട്ടെടുക്കുന്നുണ്ട്. ഇന്ന് പിന്നെ രാവിലെ ചോറൊന്നും വെക്കാത്തതുകൊണ്ട് അടുപ്പ് കത്തിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഗ്യാസിൽ ചുട്ടെടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതൊന്ന് ചൂടായി വന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ഉഴുന്നിട്ട് കൊടുത്തിട്ടുണ്ട്. ഉഴുന്നൊന്ന് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അതൊന്ന് കളർ മാറി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് പൊട്ടുകടല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി പൊട്ടുകടല നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. എന്നിട്ട് അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ കാരച്ചട്നി ആരെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്. ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഈവനിങ് സ്നാക്സൊക്കെ ഉണ്ടാക്കൂലേ, എരിവുള്ള, അതിൻ്റെ കൂടെയൊക്കെ ഇത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നേരത്തെ നമ്മൾ ചുട്ടെടുത്തിട്ടുള്ള തക്കാളി ഒരു മിക്സിയുടെ ജാറിലേക്ക് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടില്ലേ, അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചട്നി ഉണ്ടാക്കണം. അതിന് ഞാനിതാ തേങ്ങയും പൊട്ടുകടലയും പച്ചമുളകും ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് നമ്മൾ ഇഡ്ഡലി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതവിടെ ചൂടാറട്ടെ. അപ്പോഴേക്കും നമുക്ക് ചട്നി ഉണ്ടാക്കിയെടുക്കണം. പിന്നെ ഇതാ ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്ത് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ അരച്ച് വെച്ച തേങ്ങയും പൊട്ടുകടലയും ഉണ്ടല്ലോ, അതും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ രാവിലെ ചായ കുടിക്കുകയാണ് കേട്ടോ. ഇന്ന് മോനക്ക് സ്കൂളിലേക്കും ലഞ്ചിന് ഇഡ്ഡലി തന്നെ മതി എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയൊരു ആശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ അവനക്കും അത് തന്നെ കൊടുത്തു വിട്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.